ഇതിൽ അനിൽ സാറ് കുറച്ചു മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം ഇതിൻ്റെ പശ്ചാത്തലം വ്യക്തമാകുന്നതാണ്. ഒന്നുകൂടി അതിൽ വ്യക്തത വരുത്തണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരളത്തിലെ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയം അല്ലെങ്കിൽ സ്കൂൾ പഠന സമയത്തിൻ്റെ ഒരു മാറ്റം വേണ്ടി വന്നത് ഒരു വർഷം മുൻപ് കേരള ഹൈക്കോടതിയിൽ വന്നൊരു കേസിൻ്റെ വിധിയെ തുടർന്നാണ്. എറണാകുളം ജില്ലയിലെ ഒരു എയ്ഡഡ് മാനേജർ നൽകിയ കേസിൽ KER പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് 220 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ പ്രവൃത്തി ദിവസങ്ങൾ വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ആ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കാര്യക്ഷമമായിട്ട് ആ കേസിൽ ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇടപെടാൻ കഴിയാത്ത വന്നതിന്റെ പശ്ചാത്തലത്തിൽ 220 അധ്യയന ദിവസങ്ങൾ നിർബന്ധമാക്കണം എന്നുള്ള ഒരു വിധി വന്നു. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായിട്ടൊരു യോഗം ചേർന്ന് ഏകപക്ഷീയമായിട്ട് അനിൽ സാർ സൂചിപ്പിച്ചതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. ഏകപക്ഷീയമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വേറെ പോംവഴികളില്ല, 220 ദിവസം നിർബന്ധമാകുകയാണ്. അത് സംബന്ധിച്ച് പിന്നീട് നടന്ന കോടതി വ്യവഹാരത്തിലെ സർക്കാർ കാര്യക്ഷമമായി ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടു. അതിലൊക്കെ പൂർണ്ണമായ നിസ്സംഗതയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോടതി വിധിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാം, ബാക്കി എനിക്കൊന്നും പറയാനില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഓർക്കുകയാണ്, ഇത് സംബന്ധിച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ ചേംബറിൽ പോലും, അത്തരം ചേംബറിൽ അസാധാരണമായിട്ടാണ് യോഗം വിളിക്കാറുള്ളത്, അവിടെ പോലും നിരവധി ചർച്ചകളിൽ ഞാനടക്കം പങ്കെടുത്തു, സ്വകാര്യമായിട്ട് അദ്ദേഹത്തെ കണ്ടു. അതുപോലെ പിയർ ഗ്രൂപ്പുകൾ, അധ്യാപക സംഘടനകളെ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള അധ്യാപക സംഘടനാ പ്രതിനിധികളടക്കം ഒറ്റയ്ക്കും കൂട്ടായിട്ടും പലവട്ടം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഈ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞത് 1200 ഞങ്ങൾ പുറകോട്ട് മാറില്ല. അങ്ങനെയാണ് മറ്റൊരു കോടതി വിധി, അതിന് വിരുദ്ധമായിട്ടൊരു കോടതി വിധി വരികയും അതോടുകൂടി ആ അധ്യയന വർഷത്തെ കലണ്ടർ പൂർണ്ണമായിട്ടും അവതാളത്തിലാവുകയും ചെയ്തു. ഒരു കമ്മിറ്റിയെ വെക്കാൻ വേണ്ടി പിന്നീട് ശ്രമിച്ചു, കമ്മിറ്റിയെ വെച്ചു. പക്ഷേ കമ്മിറ്റിയുടെ മുമ്പിൽ എല്ലാവരും എഴുതി കൊടുത്തു. പക്ഷേ നമുക്ക് മുന്നിൽ ആ സമയത്ത് അങ്ങ് സൂചിപ്പിച്ച വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ വലിയ പരിഷ്കാരങ്ങളും പദ്ധതികളും ഒക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബഡ്ജറ്റിന്റെ വിഹിതം സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്കാഡമികവുമാവും ഭൗതികവുമായ വികാസത്തിന് വേണ്ടിയിട്ട് വലിയ തുക, മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ ബഡ്ജറ്റ് വിഹിതം ഇടപെടുന്നുണ്ട്. ഇതിനു മുമ്പ് സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം 1,00,000 കോടിക്ക് മുകളിലാണ് രാജ്യത്തെ ബഡ്ജറ്റിലെ വിദ്യാഭ്യാസത്തിന്റെ വിഹിതം. അത് വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ആ നിലയിലെ അക്കാഡമിക് നിലവാരം ഉയർത്താനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ആ സമയത്ത് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയാം, അന്നും ഇന്നും വെക്കാനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, 2009 ഓഗസ്റ്റിൽ നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുന്ന ഒരു ബില്ലായിരുന്നു. ആ ബില്ല് RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതായത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ഗുണമേന്മ, അവർക്ക് സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന തരത്തിലൊരു ബില്ലാണ്. വിപ്ലവകരമായ ഒരു നിയമമാണത്. ആ ബില്ലിലെ ഈ അക്കാഡമിക് സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 8ാം ക്ലാസ് വരെ 1000 മണിക്കൂർ മതി, 200 ദിവസം. 9, 10 ക്ലാസ്സുകളിൽ ഈ പറഞ്ഞ തരത്തിൽ 1200 മണിക്കൂർ വേണം. അതുപോലെ തന്നെ അത് 1000 മണിക്കൂർ മതി, പക്ഷേ ദിവസം 220 വേണം. അപ്പൊ ആ 220ഉം 1200 ഒതുക്കി 220, അത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യാൻ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് 220-ൽ KER ആണ് അവർ മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. 59 മുതൽ ഇന്ന് വരെ നേരത്തെ അനിൽകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ ചില പോയിന്റുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് കോട്ട് ചെയ്യുന്നത്. KER-ൽ 220 ദിവസം വേണം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒരു വർഷവും അങ്ങനെ പ്രാവർത്തികമായിട്ടില്ല. ഈ ഏതാനും വർഷങ്ങളായിട്ടാണ് ഈ തരത്തിലൊരു ചർച്ച സജീവമായിട്ട് വന്നതോടുകൂടിയാണ് അത് 204, 205, അങ്ങനെ 204 ഏറ്റവും ഉയർന്നതിന് മുമ്പ് വന്നത്, കഴിഞ്ഞ വർഷത്തിന് മുൻപ് വന്നത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്ത ഒരു സജഷൻ എന്ന് പറയുന്നത്, ദേശീയ ഈ പറയുന്ന RTE ആക്ട് അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് അക്കാഡമിക് സമയം നിജപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ 9, 10 ക്ലാസ്സുകളിൽ അല്പസമയം അധികമായിട്ട് പ്രവർത്തിച്ച് ഈ ക്രമീകരണം വരുത്താം. അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ വെക്കാൻ കാരണം പ്രായോഗികമായിട്ട് നമ്മുടെ ശനിയാഴ്ചകൾ കൂടി പ്രാവർത്തികമാക്കുന്ന ഒരു ഘട്ടത്തിലാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ പറയുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ടല്ല ഞങ്ങളുടെ നിർദ്ദേശം വെച്ചതെന്ന് കൂടി